والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. محمد رسول الله والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانه سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما. صدق الله. ബഹുമാനമുള്ള മൗലാന അവറുകളെ, മറ്റ് അധ്യക്ഷർ, ഉസ്താദന്മാർ, മുഅ്മിനീങ്ങൾ, മുതഅല്ലിമീങ്ങൾ, വിദ്യാർത്ഥിനികൾ, സമൂഹമേ, അള്ളാഹു നാം ഇവിടെ ഒരുമിച്ച് കൂടിയതിനെ സ്വാലിഹമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇവിടെ വെച്ച് പറയപ്പെടുന്നതും കേൾക്കുന്നതും നമുക്ക് നാളെ ബഹുമാനപ്പെട്ട ശൈഖുന അവറുടെ ഹദറത്തിൽ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഒരു വഴിയായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഏത് വിഷയങ്ങളാണെങ്കിലും അള്ളാഹു കബൂൽ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമതും രണ്ടാമതും മൂന്നാമതുമായിട്ടുള്ളത്. അള്ളാഹു സ്വീകരിക്കണം, എന്നാൽ നാം രക്ഷപ്പെട്ടു. അങ്ങനെയുള്ള ഒരു അവസ്ഥയായി അങ്ങനെയുള്ള ഒരു പരിപാടിയായി അള്ളാഹു താല ഇതിനാക്കി തരട്ടെ. നാം എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ബഹുമാനപ്പെട്ട മൗലാന ഹുജ്ജത്തുൽ ഉലമ അവരുടെ ഭാഷണമാണ്. ബഹുമാനപ്പെട്ടവർക്ക് ശാരീരികമായ അസ്വസ്ഥതകളുണ്ട്. എല്ലാ രോഗങ്ങളെ തൊട്ടും അള്ളാഹു താല പൂർണ്ണമായും അവർക്ക് ശിഫ നൽകി അള്ളാഹു ഇരു ലോകത്തും അനുഗ്രഹം നൽകട്ടെ. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. ഞാനിവിടെ പ്രസംഗിക്കേണ്ടവനല്ല, യാദൃശികമായിട്ട് ബഹുമാനപ്പെട്ടവരെ മനസ്സിലായില്ല, ബഹുമാനപ്പെട്ടവരെ ഒന്ന് സന്ദർശിക്കണം, കാണണം എന്നുള്ള നിലക്ക് വേറെ ചില ഒരു വിദ്യയാണ് ചെയ്തത്. അതിങ്ങനെ ആയിപ്പോയെന്ന് മാത്രം. ഒന്ന് കണ്ടുപോവലായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. ഏതായാലും താജുൽ ഉലമ അവരുടേതായ ഒരു അനുസ്മരണ സദസ്സാണല്ലോ. ഒന്നോ രണ്ടോ വാക്കുകൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുക. ബഹുമാനപ്പെട്ടവരുമായി എനിക്ക് നേരിട്ട് ശിഷ്യബന്ധം ഇല്ല, പക്ഷെ അവരുകളെ കണ്ടിട്ടുണ്ട്. എൻ്റെ പിതാവിൻ്റെ സഹോദരൻ അവിടുത്തെ ശിഷ്യനാണ്. എൻ്റെ ഉപ്പാപ്പയാണെങ്കിലോ ഗ്രാൻഡ് ഫാദർ ആണെങ്കിൽ ബഹുമാനപ്പെട്ട ശൈഖുന അവരുടെ മൂത്താപ്പയാകുന്ന കുഞ്ഞിപ്പോക്കർ മുസ്ലിയാരോട് റിഫായി തരീക്കത്തിൽ ബയ്യത്തുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഏതായാലും റിഫായി തരീക്കത്തിൽ അംഗമായി ബഹുമാനപ്പെട്ടവരെ എല്ലാം ആയി കാണുന്നവരാണ്. ഇങ്ങനെ ഒരു ബന്ധമാണുള്ളത്. മറ്റ് ഉസ്താദന്മാരാണെങ്കിലോ ബഹുമാനപ്പെട്ടവരെ കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ നേരത്തെ കാലത്ത് ചെറുപ്പം മുതൽ 10 വയസ്സാകുന്നതിൻ്റെ മുമ്പ് തന്നെ പഠനം തുടങ്ങിയത് മഞ്ചേരി ടൗണിലായതുകൊണ്ട് ബഹുമാനപ്പെട്ട ശൈഖുനയെ പറയാത്ത, ശൈഖുനയുമായി ബന്ധപ്പെടാത്ത ആളുകൾ വളരെ കുറവാണ്. രാഷ്ട്രീയക്കാരാണെങ്കിലും ശരി, പണ്ഡിതന്മാരാണെങ്കിലും, ബഹുമാനപ്പെട്ട ഇതര സംഘടനയുടെ ആളുകളാണെങ്കിലും, അതുപോലെ തന്നെ വിദ്യാസമ്പന്നരാണെങ്കിലും എപ്പോഴും ബഹുമാനപ്പെട്ടവരെ കുറിച്ച് എപ്പോഴും പരാമർശിക്കാറുണ്ട്. അത് നമ്മൾ കേൾക്കലുണ്ട്. നുസ്രത്തുൽ അനാം ആണെങ്കിലും അക്കാലം മുതലേ ഈ കാലഘട്ടം വരെയും ശരാശരിയിൽ വായിക്കാറുണ്ട്. അതിൻ്റെ അടിയിലാണ് ബഹുമാനപ്പെട്ട 1983 ബഹുമാനപ്പെട്ട മൗലാന നജീബ് ഉസ്താദ് അവറുകളെ പ്രസംഗവും എഴുത്തുകളൊക്കെ കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു ബന്ധമാണ് നമുക്കുള്ളത്. ഏതായാലും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഇവിടെയുള്ള എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഞങ്ങളോട് അന്ന് നമ്മൾ കുറഞ്ഞ വാക്കുകൾ പറഞ്ഞ് നിർത്താം. ബഹുമാനപ്പെട്ടവരുടെ പ്രസംഗമാണല്ലോ നമ്മൾ കാത്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അന്ന് ഓതുന്ന കാലത്ത് 10 വയസ്സ് ഒക്കെ പ്രായമുള്ളൂ. എങ്കിലും ആ സമയത്ത് എന്തുണ്ടാറുണ്ട്, മറ്റുള്ള ആളുകൾ പറയുന്നത് നമ്മൾ കേട്ടിരിക്കും. അന്ന് അവർ പറയുന്നതാണ് ബഹുമാനപ്പെട്ട വണ്ടൂര് മൂപ്പരാവരെ കുറിച്ച് അബ്ദാലിയങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. അബ്ദാലിയങ്ങൾ പറഞ്ഞപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല, ഞമ്മക്കും തിരിഞ്ഞോളണമെന്നില്ല. എങ്കിലും ഏടുകളിലാണെങ്കിലോ പലതും എഴുതപ്പെട്ടിട്ടുണ്ട്. ശരാശരി നമ്മൾ പറയാം, ശരീരത്തിൻ്റെ ദുസ്വഭാവങ്ങൾ മുഴുവനും മാറ്റിമറിച്ച് യഥാർത്ഥ സൽസ്വഭാവം മാത്രം ഉള്ള, അതായത് ഹൃദയം പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെട്ട ഒരു വിഭാഗം ആളുകൾ. അവരുടെ രൂപങ്ങളും ഭാവങ്ങളും നാം കാണുന്നത് പോലെയല്ല.
ബാഹ്യത്തിൽ അവർ ഒന്നായിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ പള്ളിയിലെ മുഅദ്ദിനായിരിക്കും, അവരുടെ ഉള്ളു മറ്റൊന്നായിരിക്കും. അല്ല പള്ളിയിലെ ഇമാമായിരിക്കും, അല്ലെങ്കിൽ അവിടെ എന്താണ് ഫഖീഹായിരിക്കും, ഒരു ഫിഖ് കൈകാര്യം ചെയ്യുന്ന ഒരു സംഘടനയുമായിട്ട് ബന്ധിച്ച ഒരു വലിയ ആലിമായിരിക്കും. പക്ഷെ അവരുടെ ഉള്ളു മറ്റൊന്നൊരു ആത്മീയ മേഖലയിൽ ഉയർന്നു പരിലസിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, ചുരുക്കത്തിൽ അങ്ങനെ പറയാം. ഇനി അതല്ലാത്തും അനേകം അഭിപ്രായങ്ങളുണ്ട് അതിനെക്കുറിച്ച്. 40 തടി ഉണ്ടാവും, 40 ശരീരത്തിലുണ്ടാവും എന്നൊക്കെ പറയുന്നവരുണ്ട്. അല്ലാഹു അഅലം. ഏതായാലും ഇങ്ങനത്തെ അബ്ദാലിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട ശൈഖുന എന്ന് അന്ന് പല ആലിമീങ്ങളും, അതായത് ഈ പറയുന്നവര് ശൈഖുനാന്റെ തിൽമീദന്മാരല്ല, ശൈഖുനയുമായി പ്രത്യേകിച്ച് ബന്ധമുള്ളവരല്ല, അല്ലാത്ത ആളുകൾ പറയും ബഹുമാനപ്പെട്ടവരെന്താണ്, ബഹുമാനപ്പെട്ടവർ അബ്ദാലിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. ആണോ അല്ലേന്നൊന്നും ഇപ്പൊ എനിക്ക് പറയാനുള്ള കഴിവൊന്നും നമുക്കാർക്കുമില്ല. ഏതായാലും അക്കാലഘട്ടത്ത് സുസമ്മതനായ ഒരു ആലിമി കേരളത്തിലുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട വണ്ടൂർ ശൈഖുനയായിരുന്നു എന്നർത്ഥം. സൂഫി വര്യന്മാരും ബഹുമാനപ്പെട്ടവർ അംഗീകരിക്കും. ഔലിയാക്കന്മാരാണെന്ന് പറഞ്ഞ ആളുകൾ ബഹുമാനപ്പെട്ടവർ അംഗീകരിക്കാതെ ഇല്ല. പിന്നെയാണെങ്കിലോ പ്രഗത്ഭരിൽ പ്രഗത്ഭരാകുന്ന ഉലമാക്കൾക്കാണെങ്കിലോ മൂപ്പര് അവലംബവുമായിട്ടാണ് ഉണ്ടായിരുന്നത്. എപ്പോഴും എല്ലാവരും പറയുന്നത് തന്നെ. ഒരൊറ്റ ഉദാഹരണം നമ്മൾ പറഞ്ഞുതരാം. മഹാനായ രാമന്തളി തങ്ങൾ, രാമന്തളി സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ നബ്ബറല്ലാഹു മർക്കദ പറഞ്ഞ ഒരു സംഭവം. അക്കാലഘട്ടത്തിലെ ബഹുമാനപ്പെട്ട ശൈഖുനായുടെ അത് പക്ഷേ നമ്മളിപ്പോൾ തൽക്കാലം പറയണില്ല, വേണ്ട നിൽക്കുക. ബഹുമാനപ്പെട്ടതായ ശൈഖുനാ റളിയല്ലാഹു അൻഹു അവറുകള് നമ്മൾ ആകത്തുക പരിശോധിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഉസ്താദിന്റെ ഒരു ഉസ്താദ് കോടൂക്കാരൻ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ ഒരിക്കൽ എന്നോട് നേരിട്ട് പറഞ്ഞു, കുട്ടിയെ വണ്ടൂര് മൂപ്പര ശൈലി എടുക്കുകയാണെങ്കിൽ സ്വതക്കുത്തുള്ള മുസ്ലിം സ്വതക്കുത്തുള്ളവരൊക്കെ കിതാബ് ഓതി പഠിച്ച ഇൽമല്ല, അത് അല്ലാഹു തആല വേറെ നിലക്ക് ചൊരിഞ്ഞു കൊടുത്തതാണ്. ചുരുക്കി ഞാൻ അത് പറഞ്ഞു കൊണ്ടുവരുന്നത് എന്താ വെച്ചാൽ, ഒരു സാധാരണ ആലിമല്ല, ഒരു കിതാബ് ഓതി പഠിച്ച ആലിം എന്ന് പറഞ്ഞത് പോരാ. ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളോട് ഒരിക്കൽ ചോദിച്ചു, നിങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾക്ക് പ്രത്യേകമായ വല്ല വസിയത്ത് നൽകിയിട്ടുണ്ടോ? ഈ കടലാസിൽ എന്താണെന്നുള്ളത് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട് വരുന്നത്, ഈ കടലാസില് ദിയത്ത്, അതായത് രക്തമണി, ബ്ലഡ് മണി എന്നൊക്കെ പറയാറുണ്ടല്ലോ, ആ ബ്ലഡ് മണിയുമായി ബന്ധിച്ച ഏതാനും ചില മസലകളാണുള്ളത്. അതിൽ വേറെ ഒരു വസിയത്തോ ഒരു പ്രത്യേകമോ ഇല്ല. പിന്നെ അല്ലാഹു തആല പ്രത്യേകിച്ച് നൽകിയ ഒരു ഫഹ്മ്, ഒരു ഉൾക്കാഴ്ച, കാര്യങ്ങളെ കുറിച്ച് വരാൻ പോകുന്ന കാര്യങ്ങളും ഇപ്പൊ നിലവിലുള്ള കാര്യം കൃത്യമായി തിരിച്ചറിയാം. ഈ തിരിച്ചറിയാനൊരു ഫഹ്മ് അല്ലാഹു തആല എനിക്ക് നൽകിയിട്ടുണ്ട് എന്ന് മഹാനായ സയ്യിദുന അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് അക്ഷരം പ്രതി ബഹുമാനപ്പെട്ട ശൈഖുനായിൽ ഇങ്ങോട്ട് ഖായിമ നിലനിൽക്കുന്നതാണ്. കൃത്യമായ രീതിയിൽ ഒരു ഇല അനങ്ങിയാൽ പോലും ബഹുമാനപ്പെട്ടവർക്ക് അതിന്റെ തിരിച്ചറിവുണ്ട്, തിരിച്ചറിയാൻ കഴിയും. പിന്നെ ഇബാറത്ത് വായിച്ചാലാണെങ്കിലും ഖുർആനിൻ്റെതാണെങ്കിലും കിതാബുകളാണെങ്കിലും ഒക്കെ. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ ശൈഖാകുന്ന ഉസ്താദാകുന്ന ഖുതുബി റളിയല്ലാഹു അൻഹു പോലും ബഹുമാനപ്പെട്ട ശൈഖുന അവറുകളെ ഒരു കേവലം തിൽമീദ് ശിഷ്യൻ എന്നുള്ള നിലക്കല്ല കണ്ടിരുന്നത്. ഓരോ കാര്യങ്ങളിലും ശൈഖുനയോട് പിന്നെ സംഘടനയുമായിട്ടും ദീനിയായിട്ടും മറ്റ് സാമൂഹ്യമായും ബന്ധിച്ച പല വിഷയങ്ങളിലും കൂടിയാലോചന ചെയ്തിരുന്നു എന്നാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അങ്ങനത്തെ ബഹുമാനപ്പെട്ടവരെ പറ്റി പറഞ്ഞാൽ 1-2 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുക. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫത്ഹിൽ കൂടി അല്ലാഹു തആല നമ്മോട് പറഞ്ഞു, മുഹമ്മദുർ റസൂലുള്ളാഹ്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ദുൽ മുത്തലിബിന്റെ മകനും ആമിനാബിയുടെ മകനുമായി ജന്മം കൊണ്ട, മക്കയിൽ ജനിച്ച് മദീനയിൽ ഈ ലോകത്തോട് യാത്ര പോയ നമ്മുടെ കാരുണ്യവാനാകുന്ന, നമുക്ക് അള്ളാഹുവിൽ നിന്ന് നമ്മിലേക്കുള്ള റസൂലായതുപോലെ നമ്മിൽ നിന്ന് അള്ളാഹുവിനോട് നമ്മുടെ സങ്കടം പറയാനും കൂടിയുള്ള റസൂലാകുന്ന സയ്യിദുന ആരംഭ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നിങ്ങളിലേക്കുള്ള മഹാനായ തിരുദൂതരാണ്. അതുപോലെ നമുക്ക് അള്ളാഹുവിലേക്കുള്ള തിരുദൂതരുമാണ്. എന്നിട്ട് പറഞ്ഞു, വല്ലദീന മഅഹു, ഈ മുഹമ്മദ് റസൂലുള്ളാഹിന്റെ കൂടെയുള്ള ആളുകൾ, അത് അക്കാലത്തുള്ളവരും ആവാം, വരുന്ന ഖിയാമത്ത് നാൾ വരെ ഉള്ളവരുമാവാം, അവിടുത്തെ ദീനിനെ സഹായിക്കുന്ന, അവിടത്തേക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, അവിടുത്തെ പൊരുത്തത്തിന് വേണ്ടി ജീവിക്കുന്ന ആ ആളുകൾ മുഴുവൻ അശിദ്ദാഉ അലൽ കുഫാർ, പരിശുദ്ധ ഇസ്ലാമിനെ നിരാകരിക്കുന്ന ആളുകളുടെ മനസ്സുകൊണ്ട് കടുത്ത വെറുപ്പുള്ളവരാണ്. കാര്യങ്ങൾ പറയേണ്ട സമയത്ത് മുഖം നോക്കാതെ പറയേണ്ടതുപോലെ ആ തിരിച്ചറിവ് പോലെ പറയും.
എന്ന് വെച്ചാൽ പറഞ്ഞ് കുഴപ്പമുണ്ടാക്കുകയെന്നോ കച്ചറുണ്ടാക്കുകയെന്നോ ഉള്ളല്ല. അഷിദ്ദാഉ അലൽ കുഫാർ, പരിശുദ്ധ ദീനിന്റെ വിരോധികളോട് ഏത് രീതിയിലും മനസ്സാ വാചാ കർമ്മണ അഷിദ്ദത്തുള്ളവരാണ്. അതേ സമയത്ത് റുഹമാഉ ബൈനഹും, അവരാണെങ്കിലോ പരസ്പരം അങ്ങേയറ്റം സ്നേഹമുള്ളവർ, കരുണമുള്ളവർ. റുഹമാഉ ഫുഅലാഉ വസ്നാഉ. അപ്പൊ റുഹമാഉ ബൈനഹും, അവരുടെ ഇടയിൽ മുഅ്മിനീങ്ങൾ, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്ന, റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കുന്ന ഏത് മദ്ഹബുകാരാണെങ്കിലും ആ വിശ്വാസത്തിനെ മുൻനിർത്തിക്കൊണ്ട് അവരോടാണെങ്കിലും തീർത്താ തീരാത്ത, ഊഹിക്കാൻ കഴിയാത്ത റഹ്മത്ത്, വിനയം, കരുണയെല്ലാം ഉള്ളവരാണ് അവർ. പരസ്പരം അവർക്കൊരു പ്രശ്നമേ അല്ല. ഉദാഹരണം പറയാം, ബഹുമാനപ്പെട്ട സയ്യിദുനാ മുആവിയ റളിയല്ലാഹു അൻഹു അവர்களுം സയ്യിദുനാ അലി ഇബ്നു അബീ താലിബിന്റെ ഇടയിൽ രാഷ്ട്രീയമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. യുദ്ധം പോലും പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്, പുറപ്പെടേണ്ടതുമുണ്ട്. അത് മറ്റൊരു വശം. ആ സമയത്ത് ബഹുമാനപ്പെട്ട സയ്യിദുനാ മുആവിയ റളിയല്ലാഹു അൻഹു മറ്റൊരു സ്വഹാബിയോട് അലിയെ കുറിച്ച് ചോദിച്ചു. അപ്പൊ അലി റളിയല്ലാഹു, ഞാനൊന്നും പറയുന്നില്ല. വീണ്ടും വീണ്ടും പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ബഹുമാനപ്പെട്ട അലിയെ വാനോളം അങ്ങോട്ട് പുകഴ്ത്തി പറഞ്ഞു. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അതായിരുന്നു അലിയ്. മുആവിയ റളിയല്ലാഹു അൻഹു പറയാണ് അലിയെ പറ്റി, അതാണ് അലിയ് എന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞത് 100% ശരിയാണ്, 100% സത്യമാണ്. ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പില്ലാതെ കരുണ മാത്രം ഉണ്ടായിരുന്ന ഒരു വിഭാഗം ആളുകളാണ് സ്വഹാബത്തുൽ കിറാം. ഈ സ്വഹാബത്തിന്റെ സ്വഭാവം എടുത്തു നോക്കിയാൽ ബഹുമാനപ്പെട്ട ശൈഖുനയിൽ നമ്മൾ നിഴലിച്ച് കാണുന്നത് അതാണ്. കേരള ഉലമായിൽ നിന്ന് ബഹുമാനപ്പെട്ട ശൈഖുനയെ പ്രത്യേകിച്ച് വേർതിരിച്ച് കാണുന്നത്. മറ്റുള്ളവർക്കൊക്കെ സംഘടനാപരമായ ഒരു പ്രശ്നം വരുന്ന സമയത്ത് കാണുമ്പോൾ ഒന്ന് പറയാൻ പോലും ഉള്ളിൽ വെറുപ്പുണ്ടാവില്ല. എന്നാൽ തന്നെ അവർക്കൊരു പ്രയാസമുണ്ടെങ്കിൽ ശൈഖുനാനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലായ, ഞാൻ വായിച്ച ശൈഖുന, ഞാൻ കണ്ട ശൈഖുന, ഞാൻ കേട്ടടിച്ച ശൈഖുന, അവരുടെ ശിഷ്യന്മാരിൽ കൂടി പഠിച്ച ശൈഖുന, ബഹുമാനപ്പെട്ടവർക്ക് ഒരു വെറുപ്പ് വിരോധമില്ല. മുസ്ലിം എന്നുള്ള നിലക്ക് പ്ലാറ്റ്ഫോമിലേക്ക് വന്നാൽ ആ രീതിയിൽ കാണാൻ, അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന പ്ലാറ്റ്ഫോമിലേക്ക് വന്നാൽ ആ രീതിയിൽ കാണാൻ ബഹുമാനപ്പെട്ടവർക്ക് തടസ്സമേ അല്ല, യാതൊരു പ്രയാസമില്ല. എന്നാൽ അവർ മനസ്സിലാക്കിയതായിരിക്കുന്ന ഹഖിന്റെ വിഷയത്തിൽ തീർത്തും കടുത്ത ശക്തമായി നിലനിൽക്കുകയും അതോടുകൂടെ സ്നേഹത്തിനെ നിലനിർത്തുകയും ചെയ്യുന്ന ഒരു പ്രത്യേക ക്യാരക്ടറാണ് ബഹുമാനപ്പെട്ട ശൈഖുന. അത് ഒരിക്കലും നമുക്ക് പറഞ്ഞു തരാൻ കഴിയുന്നതല്ല, കേൾക്കാനും കഴിയുന്നില്ല. എന്നാലോ സംസാരിക്കുകയാണെങ്കിൽ വിശദമായി മഹാനവർ സംസാരിക്കും. എനിക്ക് അനുഭവമുണ്ട്. ഏകദേശം ഒരു 3/4 മണിക്കൂറോളം അന്നത്തെ രാഷ്ട്രീയ സംഘടനാപരമായ സാഹചര്യങ്ങളൊക്കെ ചെറുപ്പക്കാരനാകുന്ന 10, 18, 19 വയസ്സാകുന്ന നമ്മോട് ബഹുമാനപ്പെട്ടവർ പരാമർശിച്ചതും ചർച്ച ചെയ്തതൊക്കെ എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഇന്നും ശക്തമായി നിലനിൽക്കുന്നുണ്ട്. അപ്പൊ പറയേണ്ടത് കൃത്യമായി മനസ്സിലാക്കാൻ അന്ന് അവർ എന്നോട് ഒരിക്കൽ പറഞ്ഞു. 2000 ബഹുമാനപ്പെട്ടവര് 985 അത് ആ കാലത്ത് വരുന്ന മാർച്ച് മാസത്തിൽ 18-ാം തീയതി ബഹുമാനപ്പെട്ട വഫാത്തായിട്ടുണ്ടെങ്കിൽ അതിന്റെ തലേ റബീഉൽ അവ്വൽ മാസത്തിൽ എന്നോട് പറഞ്ഞു, നോക്കിക്കൊണ്ടു ഇനി ആ മനുഷ്യൻ ഇന്നാലിന്ന ആളുകളെ ചതിക്കും, വഞ്ചിക്കും. ആ വിഷയം ഇവിടെ ചർച്ച ചെയ്യാനല്ല, ഞാനത് കാത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ബഹുമാനപ്പെട്ടവർ വഫാത്തായി. 985 മാർച്ച് മാസത്തിൽ മെയ് മാസത്തിന്റെ ലാസ്റ്റ് വെച്ചിട്ട് ഈ പറയപ്പെട്ടത് അതേപോലെ ആ ബഹുമാനപ്പെട്ടതായ ഒരു വ്യക്തി ഒരു പ്രത്യേക വിഷയത്തിൽ ബഹുമാനപ്പെട്ട ശൈഖുന 1 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 6 മാസം മുമ്പ് പ്രഖ്യാപിച്ചത് ഇദ്ദേഹത്തിന്റെ നാവിൻ തുമ്പിലൂടെ അല്ലാഹു തആല വെളിവാക്കി. അങ്ങനെ എന്ത് ചെയ്തു? അവരെ വിശ്വസിച്ച, അംഗീകരിച്ച ആ സമൂഹത്തിന് പൂർണ്ണമായും ചതിച്ചുകൊണ്ട് മറ്റൊരു രൂപത്തിലേക്ക് ബഹുമാനപ്പെട്ട അന്നത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവ് പ്രത്യക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്ന ശൈഖുനാന്റെ സ്ഥിതി അങ്ങനെയാണ്. കൃത്യമായി തിരിച്ചറിയാൻ, കൃത്യമായി മനസ്സിലാക്കി, ശരിയായ നിലപാടുള്ള, ശരിയായ തിരിച്ചറിവുള്ള, ശരിയായ ദൃഢനിശ്ചയമുള്ള, ശരിയായ നിശ്ചയദാർഢ്യമുള്ള ഒരു ആലിമീങ്ങളെ കൂട്ടത്തിലാണ്. അതിൻ്റെ പുറമെ ആത്മീയ മേഖലയിലേക്ക് ഇറങ്ങിയാൽ അത് നമുക്ക് അറിയാൻ പറ്റാത്ത അപ്പുറത്തേക്കാണ് ബഹുമാനപ്പെട്ട ഇടവഴി. അങ്ങനെ ബഹുമാനപ്പെട്ടവർ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നാം ആലോചിച്ച് നോക്കുക, ബഹുമാനപ്പെട്ടവർ പറഞ്ഞ വാക്കല്ലാതെ, ബഹുമാനപ്പെട്ടവർ പറഞ്ഞ പ്രവൃത്തിയല്ലാതെ, ബഹുമാനപ്പെട്ടവർ
പറഞ്ഞതല്ല എന്ന് കേരളീയ മുസ്ലിം പശ്ചാത്തലത്തിൽ, അതിന് മാത്രമല്ല ഇന്ത്യൻ മുസ്ലിം പശ്ചാത്തലത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഈ പ്രതിസന്ധികളൊക്കെ ബഹുമാനപ്പെട്ടവർ നേരത്തെ കാലത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്, സംഘടനാപരമായ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്, മറ്റുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ആകയാൽ ഇങ്ങനത്തെ ഒരു ആലിമിനെ കേരളത്തിൽ നമ്മൾ നോക്കിയാൽ കാണില്ല. അതുകൊണ്ട് നമ്മൾ പറയും മുഹമ്മദ് റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റുഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദാ. തറാഹും നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയും, റുക്അൻ സുജ്ജദ വളരെ വിനയാനിതരായ രീതിയിൽ. അവർക്ക് യാതൊരു കുശുമ്പില്ല, യാതൊരു വെറുപ്പില്ല, യാതൊരു വിരോധവുമില്ല. ആരെ കണ്ടാലും ചർച്ച ചെയ്യാൻ ഓരോരുത്തരുടെ കാറ്റഗറി അനുസരിച്ച്, അവരുടെ ബുദ്ധി അനുസരിച്ച്, അവർക്ക് വരാൻ പോകുന്ന അവരുടെ പ്രവൃത്തി അനുസരിച്ച്, ശൈലി അനുസരിച്ച് പെരുമാറാൻ കഴിയുന്ന ഒരൊറ്റ ആലിമിനെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. അത് ബഹുമാനപ്പെട്ട വണ്ടൂർ ശൈഖുനയാണ്. ഏതൊരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാലും അവനിക്ക് വരാൻ പോകുന്ന അവസ്ഥ വെച്ചിട്ട് ബഹുമാനപ്പെട്ടവർക്ക് ചർച്ച ചെയ്യാൻ കഴിയും. ഈ കാണുന്ന ബഹുമാനപ്പെട്ട നമുക്ക് ഇരുത്തി മഹദൂഹ് പറയുന്ന സ്വഭാവം നമുക്കില്ലാത്തത് കൊണ്ട് ശിഷ്യന്മാർ പിന്നെ അങ്ങനെ പറയട്ടെ. നമ്മളിപ്പോൾ നേരിട്ടുള്ള അങ്ങനത്തെ ഒരു ഔദ്യോഗിക ശിഷ്യനല്ല. എന്നാൽ ഞാൻ ഉസ്താദിയത്ത് സ്വീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മൗലാനയിൽ നിന്ന് തൊയ്ഫൻ്റെ ഒരു കുറച്ച് വരികൾ വായിച്ചിട്ട്, അതല്ലാതെ ബഹുമാനപ്പെട്ടവർ ലേഖനങ്ങൾ വായിച്ചിട്ടും ബഹുമാനപ്പെട്ടവരുടെ പ്രസംഗം കേട്ടിട്ടും ഒക്കെയുള്ള ശിഷ്യത്വമുണ്ട്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത്. കൂടുതൽ അങ്ങോട്ട് പുകഴ്ത്തി പറയുന്ന സ്വഭാവം നമുക്കില്ലാത്തത് കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. എങ്കിലും നിങ്ങൾ ആലോചിക്കുന്നത്, ആ ബഹുമാനപ്പെട്ടവരെ ചെറുപ്പകാലത്ത് കണ്ടപ്പോൾ ഈ സംഘടനയെ മുന്നോട്ട് നയിക്കാനുള്ള വ്യക്തി ഈ വ്യക്തിയാണ് എന്ന് പറഞ്ഞത് ആരോടല്ല, പുറത്ത് നാട്ടുകാരോടല്ല, ശൈഖുനാന്റെ മകനാകുന്ന മുഹമ്മദ് സുലൈമാൻ സാഹിബിനോടാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് നമ്മളെ, അല്ലെങ്കിൽ മൂപ്പര ഉമ്മയോട്, ഇതാണ് നമ്മൾ സംഘടനയെ, നമ്മുടേതായിരിക്കുന്ന പത്രത്തിന്, നമ്മുടെ കോളേജിനൊക്കെ കൊണ്ടു നടക്കാനുള്ള വ്യക്തി എന്ന് അന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് അല്ലാഹു തആലയോട് പുലർത്തിയില്ല. ഇപ്പം നിങ്ങളെ മുന്നിലേക്ക് നമുക്ക് ബഹുമാനപ്പെട്ട ശൈഖുനാനെ പഠിപ്പിച്ചു തരാൻ, അല്ലെങ്കിൽ അനുസ്മരിപ്പിക്കുവാൻ, പഠിപ്പിക്കാനല്ല അനുസ്മരിപ്പിക്കാൻ, നമുക്കെന്ന ശൈഖുനയിലേക്ക് അടുക്കാൻ നമ്മളിന്ന് കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട മൗലാനയല്ലേ. അതൊക്കെ ശൈഖുനാന്റെ ആ ഒരു എന്താ നമ്മളതിനെ പറയാം, അങ്ങനത്തെ ഒരു പ്രത്യേക ഫഹ്മ് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. എന്നാൽ തറാഹും റുക്അൻ സുജ്ദാ, ബഹുമാനപ്പെട്ട ശൈഖുനയോട് സംഘടനാപരമായിട്ട് അന്ന് ഈർഷ്യതയിലുണ്ടായിരുന്ന മുഹമ്മദ് കോയ മാത്തോട്ടം എന്ന് പറഞ്ഞ മനുഷ്യനുണ്ട്. അല്ലാഹു തആല അദ്ദേഹത്തിന് നമുക്കും മഗ്ഫിറത്തും റഹമത്തും ചെയ്ത് അല്ലാഹു അദ്ദേഹത്തിന് നമ്മയും സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആ ശൈഖുനാനെ കുറിച്ച് അദ്ദേഹം ഒരുപാട് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. നമ്മളൊക്കെ ആ ലേഖനങ്ങൾ വായിച്ചിട്ടുണ്ട്. അന്നേ മനസ്സ് പ്രയാസപ്പെട്ടിട്ടുണ്ട്. അതേ വ്യക്തിയാണ് ശൈഖുനയെ കുറിച്ച് പറഞ്ഞത്. അല്ലാഹുവിന്റെ ലോകത്ത് മൂപ്പര് പറയാ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ഉലമാക്കളെ കണ്ടിട്ടുണ്ട്. എന്നാ ബഹുമാനപ്പെട്ട വണ്ടൂർ ശൈഖുനെ, പ്രയോഗം അങ്ങനെയല്ല സദഖത്തുള്ള മൗലവി എന്നുള്ളത്, വണ്ടൂർ ശൈഖുന അവറുകളെ കണ്ടതുപോലെ ഞാനൊരു മനുഷ്യനെയും കണ്ടിട്ടില്ല. ഒരിക്കൽ ഖാദിമാരുടെ യോഗം നടക്കുന്ന സമയത്ത് ഞങ്ങളെ ബഹുമാനപ്പെട്ട ശൈഖുന ഉണ്ട്. ഈ സമയത്ത് ബഹുമാനപ്പെട്ടവരോട് എങ്ങനെയാണ് ബന്ധപ്പെടുകയെന്ന് എനിക്ക് മാനസികമായൊരു പ്രയാസമുണ്ടായിരുന്നു. കാരണം സംഘടനാപരമായി പലതും എഴുതിയിട്ടുണ്ട്, പല കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കോയ എന്ന് വിളിച്ചിട്ട് എന്ത് ചെയ്ത് ബഹുമാനപ്പെട്ടവര് ശൈഖുന അവറുകൾ ഈ പറഞ്ഞ മുഹമ്മദ് കോയനെ വിളിച്ച് എല്ലാ കുശലാന്വേഷണവും നടത്തി. എഴുതിയ പദം ഇവിടെ പ്രയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പ്രയോഗിക്കുന്നില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ എന്തൊക്കെയോ വിചാരിച്ചു പോകും. അത്രമാത്രം മോശപ്പെട്ട പദം എഴുതിയിട്ട് പോലും അതൊക്കെ ശൈഖുന വായിച്ചിട്ടുണ്ട്. ഒരു പ്രസിദ്ധീകരണത്തിൽ വന്നു, അൽ ജലാലി എന്ന് പറഞ്ഞ പ്രസിദ്ധീകരണത്തിൽ വന്നു. ആ പ്രസിദ്ധീകരണം, ആ ഒരു ലേഖനം വന്നതിന് ശേഷം ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ലക്കം മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. പിന്നെ ആ സാധനം ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഇത് ഭൂമിയിലേക്ക് കുഴിച്ചിടപ്പെട്ടു പോയി. എന്നാൽ അതിൽ എഴുതിയ ശക്തമായ വേദനിപ്പിക്കുന്ന ലേഖനം എഴുതിയ ആ ബഹുമാനപ്പെട്ട മുഹമ്മദ് കോയനെ കണ്ടിട്ട് ബഹുമാനപ്പെട്ട ശൈഖുന അവറുകൾ വിളിച്ച് എല്ലാ കുശലാന്വേഷണവും നടത്തി വീട്ടിലെ മക്കളെ കാര്യങ്ങളും കൂടി അന്വേഷിച്ചു. ചുരുക്കത്തിൽ അങ്ങനത്തെ ഒരു കുശുമ്പോ, ഒരു വെറുപ്പോ, ഒരു വിരോധമോ ഒരാളോടും വെക്കാത്ത എന്ന ഹഖിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന അത് അശിദ്ദാഉ അലൽ കുഫാർ റഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ദൻ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന. അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം, അല്ലാഹുവിന്റെ ഫദ്ൽ മാത്രം, വേറെ ഒന്നും കാംക്ഷിക്കാത്ത ഒരു സ്വഭാവമാണ് സ്വഹാബത്തിന്. അതേ സ്വഹാബത്തിന്റെ സ്വഭാവമാണ് ബഹുമാനപ്പെട്ടവർ നമുക്ക് വായിച്ചെടുക്കാറ്. എന്നിട്ട് പറയാം, ഇതെന്തിനെങ്ങനെ വരുത്തുന്നതിലോ, ഇങ്ങനെ ആളുകളെ ഖിയാമത്ത് വരെ വരുത്തും. മഹാനായ ഖുതുബി ആ റൂട്ടിലായിരുന്നു സംഭവിച്ചത്. ബഹുമാനപ്പെട്ട ശൈഖുന വ മുർഷിദുന ശൈഖുൽ ഇസ്ലാമി വൽ മുസ്ലിമീൻ
അശ്ശൈഖ് അഹ്മദ് ഇബ്നു ഹജർ ഹൈതമി ഷാഫിഈ മദ്ഹബിനെ സമൂഹത്തിൽ പഠിപ്പിച്ചു തന്ന, പഠിപ്പിക്കേണ്ടതുപോലെ പഠിപ്പിച്ച് ഏത് രീതിയിലാണ് വരാനുള്ള തലമുറ ഷാഫിഈ മദ്ഹബിനെ കാണേണ്ടത് എന്ന് കൃത്യമായി പഠിപ്പിച്ചു തന്ന ബഹുമാനപ്പെട്ട അശ്അരി തരീഖത്താകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ സുന്ദരമായ വഴിയെ നമുക്ക് വരച്ചു കാണിച്ചു തന്ന, സുന്നത്ത് ജമാഅത്ത് എക്കാലവും കാലാകാലം നേരിടേണ്ട രണ്ട് വിഭാഗമേ ലോകത്തുള്ള, ഒന്ന് ഷിയാക്കളും മറ്റൊന്ന് ഇബ്നു തൈമിയ്യത്തുൽ ഹറാനിയുടെ ഖവാരിജ് പ്രസ്ഥാനമാകുന്ന വഹാബിസവും. ഈ രണ്ട് വിഭാഗത്തിനോട് നാം എങ്ങനെയാണ് നേരിടേണ്ടത്? അവരെത്ര ഗൗരവമുള്ളവരാണ്, കാരണം അവരുടെ നേതാവ് തന്നെ വളരെയധികം കുറ്റിയറ്റ് പോയിട്ടുണ്ട് എന്ന് പോലും സമർത്ഥിച്ച മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി ഇത് റളിയല്ലാഹു അൻഹു ഇതുപോലെയുള്ള അനവധി മഹാന്മാർ അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി. കാരണം തൗറാത്ത് വായിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്, ഇഞ്ചീൽ വായിക്കുന്ന ആളുകളുണ്ട്. തിരുത്തപ്പെടട്ടെ, തിരുത്തപ്പെടാതിരിക്കട്ടെ. തിരുത്തപ്പെടാത്തതുണ്ടെങ്കിൽ അത് തിരുത്തപ്പെട്ടതിന്റെ ഉള്ളിൽ കൂടി ഉണ്ടെങ്കിൽ അത് വായിക്കുന്ന ആളുകൾക്ക് ഈ സമുദായത്തിന്റെ സ്വഭാവം തിരിച്ചറിയണം. ഖിയാമത്ത് നാൾ വരെ ഇങ്ങനെ സ്വഭാവം ഉണ്ടാവും. വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من اثر السجود ذلك مثلهم في التوراة. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹിന്റെ ഉമ്മത്തിയാവാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്ത, അള്ളാഹുവിനോട് ആഗ്രഹിച്ച ആ മൂസ നബി അലൈഹി സ്വലാമിന് അള്ളാഹു ഇറക്കി കൊടുത്ത തൗറാത്തിൽ ഈ സമുദായത്തിന്റെ മുത്തുനബിന്റെ ഉമ്മത്തികളെ കുറിച്ച് അള്ളാഹു വിശേഷിപ്പിച്ചത് അതാ. അശിദ്ദാഉ അലൽ കുഫാർ, ഒരു സൗഹാർദ്ദവും അവർക്കില്ല. മതത്തിന്റെ അടിസ്ഥാനത്തിൽ, വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സൗഹാർദ്ദവുമില്ല. റഹ്മാഉ ബൈനഹും, ഈമാനിന്റെ അഹ്ലുകാരോട് കടുത്ത റഹ്മത്തുള്ള ആളുകളുമാണ്. തറാഹും റുക്അൻ സുജ്ജദ. ഇതാണ് തൗറാത്ത് ഈ മുസ്ലിം സമുദായത്തിനെ കുറിച്ച്, ബഹുമാനപ്പെട്ടതായ സ്വഹാബത്തിനെ കുറിച്ച്, താബിഈങ്ങളെ കുറിച്ച്, ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങളെ കുറിച്ച് അല്ലാഹു പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇബ്നു ഹജറുൽ ഹൈതമി വേണം, ഇബ്നുൽ ഹജറുൽ ഹൈതമി ലാഹിറ മബാത്തിനും വായിക്കുന്ന ഖുതുബി തങ്ങൾ വേണം, ഖുതുബി തങ്ങളെ വായിക്കുന്ന, ഇബ്നു ഹജറിനെ വായിക്കുന്ന ബഹുമാനപ്പെട്ടതായ ഷെയ്ഖ് താജുൽ ഉലമ അവറുകൾ വേണം. ഇത് തൗറാത്തിൽ നോക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലേ ബോധ്യപ്പെടുള്ളൂ. ഇത്തരം ആളുകളെയാണ് തൗറാത്തിന്റെ ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതല്ലാതെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പോവാ, ഒരുമിച്ച് സഞ്ചരിക്കുക എന്ന് പറയുന്നവരല്ല തൗറാത്തിന്റെ ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു തആല അവന്റെ മഹബായ ഫദ്ൽ കൊണ്ട് താജുൽ ഉലമയെ പോലെ, താജുൽ ഉലമയുടെ ശിഷ്യനാകുന്ന ബഹുമാനപ്പെട്ട മൗലാനയെ പോലെ ഇങ്ങനെയുള്ള ആളുകൾ അല്ലാഹു ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിർത്തും. അത് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار. എന്നാൽ ബൈബിൾ നോക്കുന്ന, ഇഞ്ചിൽ നോക്കുന്ന ആളുകൾക്ക് അറിയാൻ വേറൊരു ഉപമയാണുള്ളത്. അത് നല്ല ഒന്നുമില്ലാത്ത സ്ഥലത്ത് കൃഷി ചെയ്തുണ്ടാക്കി, ആ കൃഷി ഇങ്ങനെ മുളച്ച് അതിൻ്റെതായ ശക്തി എത്തി, അത് കൊലച്ച് അതിൽ കതിരുകൾ, അതല്ലെങ്കിൽ കായകൾ, അതല്ലെങ്കിൽ പഴങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് അതില്ലാത്ത ആളുകളാകുന്ന അവരിങ്ങനെ ദേഷ്യം പിടിച്ച് അസൂയ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ മുസ്ലിം സമുദായത്തിന് റസൂലുള്ളാഹിന്റെ സ്വഹാബത്തുൽ കിറാം അടക്കം ഖിയാമത്ത് നാൾ വരെയുള്ള മഹത്തരിൽ മഹത്തരായ മുഅ്മിനീങ്ങളുടെ അവസ്ഥ കണ്ടാലുള്ളത്. അത് തന്നെയാണ് ഇന്ന് ഇങ്ങനെയുള്ള ശൈഖുനയെ പോലെയുള്ള താജുൽ ഉലമയെ പോലെയുള്ള ഖുതുബി തങ്ങളെ പോലെയുള്ള കീഴന അവറുകളെ പോലെയുള്ള കഴിഞ്ഞകാല ഉലമാവും ഇപ്പൊ ജീവിച്ചിരിക്കുന്ന നമുക്ക് മാതൃകായോഗ്യരാകുന്ന നമ്മുടെ ഉലമാക്കൾ ഇവരെല്ലാം അത് തന്നെയാണ്. മസലുഹും കമസലി الزرع أخرج مثلهم في الإنجيل كزرع أخرج شطأه فآزره. കാരണം ഒരു കാര്യം ചോദിച്ചാൽ ഇന്ന് കേരളത്തിലെ ഉലമാക്കൾ ഏകമായ അവലംബം മുന്നിൽ വെച്ച് പറയേണ്ടി വരികയാണ്. ബഹുമാനപ്പെട്ട കേരളത്തിലെ ഉലമാന്ന് നോക്കിക്കാണുന്നത് ആരെന്തെങ്ങനെ പറഞ്ഞാലും ശരി, ബഹുമാനപ്പെട്ട മൗലാന നജീബ് ഉസ്താദ് അവറുകളെയാണ് നോക്കിക്കാണുന്നത്. അവറുകൾ എന്താണ് പറയുന്നത്, അവറുകൾ എന്താണ് എഴുതുന്നത്, അവറുകൾ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് വീക്ഷണം വെച്ചിട്ടുള്ളത്. ഇത് നമ്മൾ പറയല്ല, മുജാഹിദുകൾ അങ്ങനെയാണ്, ജമാഅത്തെ ഇസ്ലാമി അങ്ങനെയാണ്, അല്ലാത്തവർ അങ്ങനെ നോക്കിക്കാണുന്നത്. അതിൽ പറഞ്ഞിട്ട് കാര്യമില്ല. കാഫിര്യങ്ങൾക്ക് അല്ലാഹുവിൽ വേണ്ടതുപോലെ വിശ്വാസമില്ല, നന്ദികേടിന്റെ
പര്യായം ആളുകൾക്ക് അതുകൊണ്ട് വെറുപ്പ് വരും. അതാണ് അതിന്റെ ഫായിദ, അതാണ് അതിന്റെ അനന്തരഫലം. എന്നാലും ഇങ്ങനെയാണുള്ളത്. അതുകൊണ്ട് ആ പറഞ്ഞ ആയത്തുൽ കരീമിന്റെ അക്ഷരം പ്രതി പുലർന്ന ബഹുമാനപ്പെട്ട ശൈഖുന അവരുടെ അനുസ്മരണത്തിലാണുള്ളത്. അവരുടെ മദതും അവരുടെ ഫുയൂദാത്തുകളും അള്ളാഹു നമുക്കെല്ലാവർക്കും ചൊരിഞ്ഞ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇനിയും ബഹുമാനപ്പെട്ട നിങ്ങളെ മഹലിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ ഇവിടെ പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ നേരത്തെ ബഹുമാനപ്പെട്ട സ്വാഗത പ്രസംഗികനും ബഹുമാനപ്പെട്ട ഷബീർ വഹാബിയൊക്കെ പറഞ്ഞു. അതൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ബഹുമാനപ്പെട്ട റസൂലുള്ള മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, തറക്തു ഫീക്കും അംറൈൻ, 2 കാര്യം ഞാൻ നിങ്ങളിൽ ഒഴിച്ചിട്ടുണ്ട്, ഒരു പേടിയും പേടിക്കണ്ട. കിതാബുല്ലാഹ്, ഒന്ന് അള്ളാഹുവിന്റെ കിതാബാണ്. എഴുത്തല്ലല്ലോ മുറാദുള്ളത്. ആ കിതാബിൽ നിന്ന് നിർദ്ധാരണം ചെയ്തെടുത്ത പിടിച്ചെടുക്കപ്പെട്ട അനേകം 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 ഇൽമുള്ള ഉലമാക്കളാണ് കിതാബുല്ലാഹി കൊണ്ടുള്ള മുറാദ്. അതല്ലാതെ എഴുതപ്പെട്ടതായ ആ ലഫ്ദുകളോ മറ്റോ മാത്രമല്ല. ആ ലഫ്ദുകളിൽ നിന്ന് നിർദ്ധാരണം ചെയ്യപ്പെട്ടിട്ടും പിടിച്ചെടുത്തിട്ടും ഇൽഹാമിയായിട്ടും മറ്റുള്ളത് കിട്ടിയതായ അനേകം ഇൽമ് നിറഞ്ഞ ഉലമാക്കളിലേക്ക് സൂചിപ്പിച്ചിട്ട്, അങ്ങനെ ഞാൻ പറയല്ലോ കിതാബിലുള്ള തന്നെയാണ് കിതാബുല്ലാഹ്, അള്ളാഹുവിന്റെ കിതാബ്. ആ കിതാബിനെ പഠിക്കേണ്ടതുപോലെ പഠിച്ച് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കി അതിൽ നിന്ന് ഊഹിക്കേണ്ടതും പിടിച്ചെടുക്കേണ്ടതുപോലെ പിടിച്ച ഇമാം നവവിയെ പോലെ, ഇമാം ഇബ്നു ഹജറിനെ പോലെ, ബഹുമാനപ്പെട്ട ഖുതുബി തങ്ങളെ പോലെ, ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ പോലെ, അവിടുത്തെ ശിഷ്യനാകുന്ന മൗലാനയെ പോലെ, ഇങ്ങനെയുള്ള ഉലമാക്കളിലേക്കാണ് കിതാബുല്ലാഹി എന്ന വാക്ക് സൂചിപ്പിക്കുന്നത്. എന്റേതായിരിക്കുന്ന ഇത്രത്ത്. കാരണം കൂടുതൽ ഔലിയാക്കന്മാരെയും അല്ലാഹു തആല സംഭാവന ചെയ്തിട്ടുള്ളത് ബഹുമാനപ്പെട്ട മുത്തുനബിയുടെ മക്കളിൽ കൂടിയാണ്. അത് നമ്മൾ ആലോചിച്ച് നോക്ക്. ശൈഖുനാനോട് വളരെ അതിരറ്റ് സ്നേഹിച്ചിരുന്ന ആളാണ് പാണക്കാട് കുടുംബത്തിൽപ്പെട്ട ബഹുമാനപ്പെട്ട ഷെയ്ഖ് നമ്മളെ അബ്ദുൽ ജബ്ബാർ ഹസരത്ത് റളിയല്ലാഹു അൻഹു അവരുടേതായിരിക്കുന്ന ഉപ്പയും ആ ഉപ്പയുടെ അനുജനാകുന്ന സയ്യിദ് അബ്ദുൽ ഗഫൂർ എന്ന് പറഞ്ഞ മഹാനവർ. ആ മഹാനവറുകളെ പറ്റി അക്കാലത്തുള്ള മഹത്തുക്കളായ പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. സമാനിന്റെ ഖുതുബാണെന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ബഹുമാനപ്പെട്ട ശൈഖുനാനെ മനസ്സാ വാചാ കർമ്മണ അംഗീകരിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അന്നത്തെ ഉലമാക്കൾ, ആ ഉലമാക്കളും അതുപോലെ തന്നെ ഔലിയാക്കളും അംഗീകരിച്ച ആദരിച്ച എന്നതിന്റെ ഉള്ളിൽപ്പെട്ട തൗറാത്ത് വായിക്കുന്ന ജൂതന്മാർക്ക് തിരിച്ചറിയാൻ, അതുപോലെ തന്നെ ബൈബിൾ വായിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് തിരിച്ചറിയാൻ സുന്ദരമായിരിക്കുന്ന ആ രൂപം ഇവിടെ ഭൂമി ലോകത്ത് അല്ലാഹു തആല പലരിൽ കൂടി വെളിവാക്കി. സ്വഹാബത്തിന്റെ ബദരീങ്ങളിൽ കൂടിയൊക്കെ വെളിവാക്കിയതുപോലെ മഹാനായ താജുൽ ഉലമയിൽ കൂടി, താജുൽ ഉലമയെ മനസ്സാ വാചാ കർമ്മ അംഗീകരിക്കുന്ന ഉലമാക്കളിൽ കൂടി കേരളത്തിന്റെ മണ്ണിൽ, അതുപോലെ തന്നെ ഈ ദക്ഷിണ കന്നഡയുടെ മണ്ണിലൊക്കെ അള്ളാഹു വെളിവാക്കി തന്ന് മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് ഒരു അഭിമാനമായി ഇസ്സത്തായി നിൽക്കാൻ ബഹുമാനപ്പെട്ട താജുൽ ഉലമ എമ്പാടും ഈ സമൂഹത്തിന് ചെയ്തു വെച്ചിട്ടുണ്ട്. എത്രയോ പറഞ്ഞാലും തീരാൻ പറ്റാത്ത രീതിയിലാണ്, എഴുതിയാലും തീരുന്നില്ല. കാരണം എല്ലാ ഉലമാക്കളും ഇവിടെ ഒഫാത്തായി. പല ഉലമാക്കളും മരിക്കണിന്റെ മുമ്പ് അവരെ വാനോളം പുകഴ്ത്തപ്പെട്ട് ലോകത്തിന്റെ മഹാപണ്ഡിതനാണെന്ന് ഗൾഫ് നാടുകളിൽ പോലും പോയി പ്രചരിപ്പിച്ചു. അവരൊക്കെ ഇന്ന് അള്ളാഹുവിന്റെ പ്രത്യേകമായ എന്തോ ഒരു സൂചന എന്നുള്ളത് പോലെ ഇന്ന് അവരെ പറയാൻ പോലും ലജ്ജയാണ്. ഇന്ന് അവരുടെ അനുയായികൾ എന്നോട് തന്നെ പറഞ്ഞു, ഇതെല്ലാം മൂപ്പരുണ്ടാക്കിയ കെണിയാണ്, മൂപ്പരെ കൊണ്ടുണ്ടായിത്തീർന്ന പ്രശ്നമാണ് എന്ന് പോലും പറഞ്ഞു പോയി. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതേ സമയത്ത് ശൈഖുനാനെ പുകഴ്ത്താൻ, ശൈഖുനാനെ ആദരിക്കാൻ, ശൈഖുനാനെ അംഗീകരിക്കാൻ മനസ്സുകൊണ്ട് കുശുമ്പ് കാണിക്കുന്ന ആളുകൾ നമ്മൾ ആ രൂപത്തേക്ക് വിട്ടു. എന്നാൽ അല്ലാത്ത ഈമാനിന്റെ വെളിച്ചമുള്ള മുഴുവൻ ആളുകളും ബഹുമാനപ്പെട്ടവരെ പുകഴ്ത്തി അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ ആ മസ്ലക്കിൽ കൂടി നാം സഞ്ചരിച്ച് അവിടുന്ന് എങ്ങനെയാണോ നമുക്ക് പഠിപ്പിച്ചു തന്നത് അതിലൂടെ നിന്ന് അവരെ അതുപോലെയുള്ള ഉലമാവിനെ ബഹുമാനിച്ച് ആദരിച്ച് ആ യഥാർത്ഥ സുന്നിയായി ജീവിച്ച് ഹഖീഖിയായ സുന്നിയായി മരിച്ച് ഹബീബുനാ റസൂലുള്ളാഹിന്റെ തിരുഹദറത്തിൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെയും അവിടത്തേതായിരിക്കുന്ന ശിഷ്യഗണങ്ങളുടെയും കൂടെ അല്ലാഹു നമ്മളെല്ലാവരും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും.